എർത്ത് മൂവേഴ്സ് പ്രോൻ്റെ ഡെസ്ക്ടോപ്പ് വെബ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു earthmovers.pro എന്നൊരു ലിങ്കിൽ നമ്മൾ ബ്രൗസറിലെടുക്കാം. എന്നിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ക്രീനാണുള്ളത്. അപ്പോൾ ഇതിൽ മൊബൈൽ ആപ്ലിക്കേഷൻ പോലെ തന്നെ നമ്മൾ റിസീവബിൾ, പേയബിൾ, കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വിക്ക് ആക്ഷൻസ് ബട്ടൺസ് ഉണ്ട്. നമുക്ക് വർക്ക് എൻട്രി ഉണ്ട്, പേയ്മെൻ്റ് ഉണ്ട്, എക്സ്പെൻസ് എൻ്റർ ചെയ്യാം. പിന്നെ ഓപ്പറേറ്റേഴ്സിന് ജോബ് അസൈൻ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടിയ വർക്ക് ഓർഡറുകൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതേപോലെ ഓപ്പറേഷൻസ് ഹബ്ബ് വരുന്നുള്ളത് ഈ ഭാഗത്താണ്. ഇപ്പോൾ ബിസിനസ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ്, വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ റിപ്പോർട്ട്സ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ. അതേപോലെ നമുക്ക് ഓപ്പറേറ്റേഴ്സിന് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അതേപോലെ നമ്മളെ കസ്റ്റമേഴ്സിനെയും ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്കതിൻ്റെ ഈ ഒരു കസ്റ്റമറിൻ്റെ ഇന്നത്തെ വർക്കുകൾ, അതിൻ്റെ സമ്മറി, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ സെറ്റിങ്സ് നമ്മുടെ ഈ മൈ പ്രൊഫൈലിൽ ഇവിടെയാണ് നമ്മൾ ആ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്നലത്തെ നിങ്ങൾ പറയുന്ന ദിവസത്തെ വർക്കുകളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ സമ്മറികളൊക്കെ നോക്കാം. ബാക്കി മൊബൈൽ ആപ്ലിക്കേഷനിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം. മൊബൈൽ ആപ്ലിക്കേഷനിൽ ഉള്ള ചാറ്റ് അടക്കം നമുക്കിവിടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അഡ്മിൻ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ കുറേ കൂടി സൗകര്യത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വർക്ക് എൻട്രി, ഇപ്പോൾ നമ്മൾ വർക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ ക്ലയൻറ്റിനെ സെലക്ട് ചെയ്യുക. ഏതാണോ വെഹിക്കിൾ അത് സെലക്ട് ചെയ്യാം. എത്രയാണോ മണിക്ക് എത്ര വർക്ക് ചെയ്തത്, പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത്, എക്സ്ട്രാ ഇവിടെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അതേപോലെ ഇങ്ങനെ നമുക്ക് എത്ര റോ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. 15,000, 15,500 പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം. ഓക്കെ. പിന്നെ നമുക്ക് ഡാർക്ക് മോഡ്, ഇതിൽ ഡാർക്ക് മോഡിൽ വർക്ക് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം.